ഹലോ എവരി വൺ വെൽക്കം ടു എൻട്രി ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൻട്രിയുടെ ഒരു ക്രാഷ് കോഴ്സിനെ പറ്റിയാണ് അല്ലേ. നമുക്കറിയാം HSST ഹിസ്റ്ററിയുടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ എക്സാം ഡേറ്റ് വളരെയധികം അടുത്ത് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 12-നാണ് എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ നല്ല രീതിയിൽ പഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ പഠനം വളരെയധികം ഫാസ്റ്റും ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു HSST ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ടാവും അല്ലേ. ഈ 2 മാസത്തിനടുത്തുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ, ഈ സമയം കൊണ്ട് നമ്മളിത് പഠിച്ച് തീരുമോ അല്ലേ. നമുക്കറിയാം HSST ഹിസ്റ്ററി എന്ന് പറയുന്നത് PG ലെവൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മളിൽ പലർക്കും എന്തായി പോയിട്ടുണ്ട്, ഹിസ്റ്ററിയുമായിട്ടുള്ള ടച്ചുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ച് തീരുമോ എന്നുള്ളൊരു സംശയം നമുക്ക് നിലനിൽക്കുന്നുണ്ടാവും. മാത്രമല്ല ഇങ്ങനെ ഫാസ്റ്റായിട്ട് പഠിച്ചാൽ മതിയോ HSST ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സംശയം നിൽക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, നമുക്കറിയാം അല്ലേ. പെട്ടെന്ന് നമ്മളോട് കാര്യങ്ങൾ മറന്നു പോകും. നമുക്ക് എന്ത് ചെയ്യേണ്ടത് വരും, വീണ്ടും റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഈ സമയമുണ്ടോ? ആകെ 2 മാസത്തിനടുത്തേ സമയമുള്ളൂ അല്ലേ. അപ്പോൾ 12-ാം തീയതി എക്സാം നടക്കാൻ പോവുകയാണ്, ഓഗസ്റ്റ് 12-ന്. അപ്പോൾ അതിനിടയിൽ തീരെ പഠനം തുടങ്ങിയിട്ടില്ലാത്ത ഞാൻ, അല്ലെങ്കിൽ പകുതി മാത്രം പഠനം തുടങ്ങിയിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുള്ള ഞാൻ എങ്ങനെ ഈ എക്സാം ക്ലാരിഫൈ ചെയ്യും, അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ എന്ന് പറയുന്ന ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിത് ക്ലാരിഫൈ അല്ലെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാനുള്ള സമയം നമുക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. അതോടൊപ്പം തന്നെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സിസ്റ്റവും നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. സോ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 2 മാസം കൊണ്ട് നമുക്ക് HSST ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അതായത് HSSTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ഭയങ്കര ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു എക്സാമിനേഷൻ അല്ല HSST എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് HSST ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് HSST ഹിസ്റ്ററി വാർ 2.0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എൻട്രി ആപ്പിൻ്റെ പുതിയ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ HSSTയുടെ ക്രാഷ് കോഴ്സ് ആണ് ഈ വാർ 2.0 എന്ന് പറയുന്നത്. എന്താ വാർ 2.0യുടെ പ്രത്യേകത, എന്തൊക്കെയാണ് വാർ 2.0യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 50 ഡേയ്സ് ഓഫ് ക്രാഷ് കോഴ്സ് ആണ്. അതായത് 50 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക. ഓക്കെ, അതായത് ഓഗസ്റ്റ് 12-ാം തീയതി ആവുന്നതിന് മുമ്പ് 50 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുക. 50 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ആകുമോ? അതാണ് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത്. 50 ദിവസം കൊണ്ട് എല്ലാ സിലബസിൻ്റെ എല്ലാ ഏരിയസും, മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഏരിയസും കവർ ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഓക്കെ, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സാണ്. നമ്മുടെ ഈ പുതിയ സിലബസ് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ആസ്പിറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസുകൾ വന്നിട്ടുണ്ട് അല്ലേ. വലിയ ഡിഫറൻസുകളൊന്നും വന്നിട്ടില്ല, പക്ഷേ ചെറിയ അപ്ഡേറ്റ്സ് നമ്മുടെ പുതിയ സിലബസ് വന്ന സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ മൈന്യൂട്ട് സിലബസ് ഡീറ്റെയിലിങ്ങുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും പുതിയ സിലബസിനനുസരിച്ച് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങൾ വേണം നമ്മൾ പഠിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ സിലബസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള സിലബസ് ചേഞ്ചുകൾ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. അതേപോലെ നമ്മുടെ എൻട്രിയുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ HSSTയുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത റിവിഷൻ ക്ലാസ്സസ് ആണ്. എങ്ങനെയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ കംപ്ലീറ്റ് വീണ്ടും പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ റിവിഷൻ കോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടാണ്. ഓരോ ടോപ്പിക്കും നമ്മൾ എടുത്തിട്ട് ഓരോ മൊഡ്യൂളിലെയും ഓരോ ടോപ്പിക്, ഇപ്പോൾ ഹിസ്റ്റോഗ്രഫി ആണെങ്കിൽ ഹിസ്റ്റോഗ്രഫി, ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ ആണെങ്കിൽ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ, അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി. അപ്പോൾ ഓരോ ടോപ്പിക് എടുത്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളും സാധ്യതയുള്ള ടോപ്പിക്കുകളും പഠിപ്പിക്കുന്ന റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്. അതോടൊപ്പം തന്നെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഏത് സമയവും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫാക്കൽറ്റീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം വളരെ ഫാസ്റ്റായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നമ്മുടെ മെൻറ്റേഴ്സുമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ
ഫാക്കൽറ്റീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ PDF സ്റ്റഡി നോട്ടും എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയലും തരും. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം അല്ലേ. അപ്പോൾ ക്ലാസ്സിനനുസരിച്ച് ഓരോ വീഡിയോ ക്ലാസ്സിനും ഓരോ റെക്കോർഡഡ് ക്ലാസ്സിനും അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ട്സുകളാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഫർദർ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർദർ റീഡിങ്സ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസും കൂടി ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരുന്നതാണ്. സോ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ വാർ 2.0 HSST ഹിസ്റ്ററി വാർ 2.0 എന്ന് പറയുന്ന ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തരുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് എക്സാമിനേഷൻ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻസ് അല്ലേ, മോഡൽ എക്സാമിനേഷൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മോഡൽ എക്സാമിനേഷൻ പ്ലാൻ ആണ് ഈ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ 20-ലധികം മോഡൽ എക്സാമിനേഷൻ, 20-ലധികം ഹോൾ സിലബസ് കവർ ചെയ്യുന്ന മോഡൽ എക്സാമിനേഷൻസ് ചോദിക്കും. നമ്മുടെ മറ്റു എക്സാമിനേഷൻസിൻ്റെയൊക്കെ മോഡൽ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻസിന്, അതായത് ഒറിജിനൽ എക്സാമിന് വളരെയധികം എഫക്റ്റ്ഫുൾ ആവുന്നൊരു മോഡൽ എക്സാമിനേഷൻ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ 20+ മോഡൽ എക്സാമിനേഷൻസ് നമുക്ക് ഹോൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിലും നമുക്ക് എക്സാം ഉണ്ടാവും അല്ലേ. അതായത് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന പാർട്ട് 1 HSSTയുടെ സിലബസിൻ്റെ പാർട്ട് 1 നമുക്ക് 7 മൊഡ്യൂളുകളുണ്ട്. ഹിസ്റ്റോഗ്രഫി, ആൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഏർലി കേരള, മോഡേൺ കേരള എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഒരുപാട് മൊഡ്യൂളുകളുണ്ട്. ഈ ഓരോ മൊഡ്യൂളും കവർ ചെയ്യുന്ന മൊഡ്യൂൾ വൈസ് എക്സാമിനേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഡെയിലി ലൈവ് എക്സാമിനേഷൻ, നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ കൂടെ ലൈവ് എക്സാമിനേഷനും കൂടി നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്, ഓഗസ്റ്റ് 12 നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് ജൂൺ 15 ഓക്കെ, ജൂൺ 15 നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യം 2 മാസമാണ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഉണ്ടാവുള്ളൂ. നമ്മളൊരു 50 ഡേ സ്റ്റഡി പ്ലാനാണ് ഈ ക്രാഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജൂൺ 15 അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജൂൺ 15 തന്നെ പഠിച്ചു തുടങ്ങുക. സമയമുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും ഒരുപാട് സമയമൊന്നും നമുക്കില്ല, നമുക്ക് കളയാൻ ദിവസങ്ങളില്ല. അതുകൊണ്ട് ജൂൺ 15 തന്നെ എല്ലാവരും ക്രാഷ് കോഴ്സിൽ ലോഞ്ച് ചെയ്യുക. നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു രീതി എന്നുള്ള രീതിയിൽ നമ്മുടെ റിവിഷൻ പ്ലാൻ പോലെ അല്ലേ, നമ്മുടെ എൻട്രിയിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് കൊടുക്കുന്നത് പോലെ നമുക്ക് 2-3 പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന. അപ്പോൾ HSST ഹിസ്റ്ററിയിൽ പൊതുവെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ കേരള ഹിസ്റ്ററിയിൽ കുറച്ചധികം സ്ട്രെസ് കൊടുത്തുകൊണ്ട്, കുറച്ചധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കുന്നത്? കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുമാരനാശാന്റെ പ്രത്യേകത എന്താ? കുമാരനാശാൻ എന്ന് പറയുന്നത് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട്, അതായത് കേരള റിനൈസൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ലെങ്കിൽ കേരള ലിറ്ററേച്ചർ ഹിസ്റ്ററി, അതായത് കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടും കുമാരനാശാനെ പറ്റി ചോദിക്കാവുന്നതാണ്. സോ ആ തരത്തിൽ 2 മേഖലകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം കുമാരനാശാനെ പറ്റിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. കുമാരനാശാൻ ത്രൂ ഹാഡ് നോ മഹാകാവ്യ ബട്ട് നോൺ ആസ് മഹാകവി ഡ്യൂ ടു സ്മോൾ ലിറിക്കൽ പോയം വീണപൂവ് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം കിട്ടിയ മലയാള സാഹിത്യകാരനാര്, അതാണ് കുമാരനാശാൻ എന്ന് കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്ന സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. കുമാരനാശാനാണ് മലയാളത്തിൽ മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വീണപൂവിനെ പറ്റിയാണ്. വീണപൂവ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1910 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല, ഈ 1910 എന്ന് പറയുന്നത് ഇയർ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ അത് നമുക്ക് സ്പെസിഫിക് ഇയർ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഇത് നമ്മൾ പെൻഡിങ്ങിൽ വെക്കുന്നു. ഓപ്ഷൻ ബി നമ്മൾ പെൻഡിങ്ങിൽ വെക്കുന്നു. നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് പോകുന്നു. എന്താ ഓപ്ഷൻ സി? കുമാരനാശാൻ സ്റ്റാർട്ടഡ് ഹിസ് പോയട്രി എക്സസൈസ് വിത്ത് ഡിവോഷണൽ സോങ്സ് എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം ആരംഭിക്കുന്നത് ഭക്തിഗീതങ്ങൾ എഴുതിക്കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അത് ശരിയായിരിക്കാനാണ് സാധ്യത. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കുമാരനാശാന്റെ ആദ്യ കാലഘട്ടത്തിൽ കുമാരു എന്നുള്ള പേരിൽ ഭക്തിഗീതങ്ങൾ എഴുതിക്കൊണ്ടാണ് കുമാരനാശാൻ എന്ത് ചെയ്യുന്നത്, തൻ്റെ പോയട്രി കരിയർ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എ ശരിയാണ്, സി ശരിയാണ്. ഇനി ഡി സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാൽ കുമാരനാശാൻ പോയട്രി ഡെപിക്ട്സ് 3 സ്റ്റേജസ് ഓഫ് ലൈഫ്, ഡെത്ത് ആൻഡ് റിസറക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് വീണപൂവിനെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാൽപ്പനികമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് കുമാരനാശാൻ എഴുതുന്നത്. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും മനോഹരമായി കാൽപ്പനികത കവിതകൾ എഴുതുന്ന ഒരു കവിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ കാൽപ്പനിക കവികളുടെ എപ്പോഴും അവർ ഉപയോഗിക്കുന്ന തീമുകൾ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ലൈഫ്, മരണം, ജീവിതം, റിസറക്ഷൻ പോലത്തെ തീമുകളാണ്. അപ്പോൾ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായിട്ട് ഉത്തരം അറിയില്ലെങ്കിലും ഇത് നമുക്ക് കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ഹാവ് ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ഓപ്ഷൻ, ദാറ്റ് ഈസ് വീണപൂ വാസ് പബ്ലിഷ്ഡ് ഇൻ 1910. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വീണപൂ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1907 ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യന് മാത്രം ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുമാരനാശാൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തൊക്കെയുണ്ട്? കുമാരനാശാനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലേ. നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. അപ്പോൾ കേരള റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചർ ഹിസ്റ്ററി, അതായത് സാഹിത്യ ചരിത്രം, കേരള സാഹിത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. എന്തൊക്കെ ചോദിക്കാം? കുമാരനാശാൻ വാസ് ബോൺ ഇൻ 1873. PSC എല്ലാ കാലവും ബോൺ ഡേറ്റ് ചോദിക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഏത് വർഷമാണ് ജയിച്ചതെന്ന് ചുമ്മാ PSC ചോദിക്കാറുണ്ട്. സോ 1873 കുമാരനാശാൻ ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? കായിക്കര വില്ലേജിലാണ് അല്ലേ, തിരുവനന്തപുരത്തെ കായിക്കര വില്ലേജിലാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് എല്ലാ പ്രാവശ്യവും പലപ്പോഴായിട്ട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. സോ കായിക്കരയിലാണ് ജനിച്ചത്, തിരുവനന്തപുരത്തെ കായിക്കരയിലാണ് ജനിച്ചത്. ആ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതോടൊപ്പം തന്നെ ഡോക്ടർ പൽപ്പു ആണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത്. അപ്പോൾ ചിന്നസ്വാമി എന്നുള്ള പേര് കുമാരനാശൻ ഉണ്ട് എന്ന് നമ്മൾ ഗസ് ചെയ്യും. കാരണം ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന, അപ്പോൾ സ്വാമിയുടെ ഗുരുവിൻ്റെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ചിന്നസ്വാമി എന്ന് വേണമെങ്കിൽ കുമാരനാശാൻ വിളിക്കപ്പെടാം. പക്ഷേ ആര് വിളിച്ചതാണ് എന്നാണ് ചോദ്യം. അത് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഡോക്ടർ പൽപ്പു ആണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്നുള്ള പേരിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഈസ് നോൺ ആസ് മഹാകവി കുമാരനാശാൻ. ദ പ്രിഫിക്സ് മഹാകവി അവാർഡഡ് ബൈ മദ്രാസ് യൂണിവേഴ്സിറ്റി ഇൻ 1922. കുമാരനാശാൻ വാസ് ദ ഓൺലി പോയറ്റ് ഇൻ മലയാളം ഹൂ ബിക്കെയിം മഹാകവി വിത്തൗട്ട് എ മഹാകാവ്യം എന്നുള്ളതാണ്. മഹാകാവ്യമില്ലാതെ മഹാകവിയായിട്ടുള്ള ഏക പോയറ്റ് എന്ന് പറയുന്നത് കുമാരനാശാനാണ്. ഈ മഹാകവി പട്ടം മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് 1922 കുമാരനാശാൻ കൊടുത്തത്. അപ്പോൾ എന്താണ് ഈ മഹാകാവ്യം എന്ന് പറയുന്നത്? എന്താണ് മഹാകാവ്യം എന്ന് പറയുന്നത്? കുറച്ച് വലുപ്പമുള്ള കാവ്യം എഴുതിയാൽ മഹാകാവ്യമാവുകയില്ല. സെർട്ടൈൻ കണ്ടീഷൻസ് അനുസരിക്കുന്ന കാവ്യങ്ങളെ മാത്രമേ മഹാകാവ്യത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താറുള്ളൂ. നിയോ ക്ലാസിക്കൽ രംഗത്തിൽ അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യ ശാഖയാണ്, സംസ്കൃതത്തിലെ ഒരു സാഹിത്യ ശാഖയാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് 7 സർഗങ്ങളാക്കിയിട്ട് എഴുതപ്പെടണം. 7 സർഗങ്ങൾ എന്ന് വെച്ചാൽ 7 ഭാഗങ്ങളാക്കി എഴുതപ്പെടണം. ഈ 7 ഭാഗങ്ങളിലും 50ഓളം ശ്ലോകങ്ങൾ മിനിമം ഉണ്ടാവണം. 50ഓളം ശ്ലോകങ്ങൾ മിനിമം ഉണ്ടാവണം. ഈ 50 ശ്ലോകങ്ങളും 4 വരികൾ ഉണ്ടാവണം. സോ അത്രയും ബൃഹത്തായ കാവ്യങ്ങളെ മാത്രമേ മഹാകാവ്യം എന്ന് വിളിക്കൂ. മിനിമം 7 സർഗങ്ങൾ ഉണ്ടാവണം. 7 സർഗങ്ങളിൽ മിനിമം 50 ശ്ലോകങ്ങൾ ഉണ്ടാവണം. ഈ 50 ശ്ലോകങ്ങളിൽ 4 വരികൾ വെച്ചുണ്ടാവണം. മാത്രമല്ല ഓരോ സർഗവും എഴുതപ്പെട്ടിട്ടുള്ളത് ഒരേ വൃത്തത്തിലായിരിക്കണം. സെയിം വൃത്തത്തിൽ. ഇപ്പോൾ മഞ്ചരി ആണെങ്കിൽ മഞ്ചരിയിൽ തന്നെ, കാകളി കാകളിയിൽ തന്നെ. ഓരോ സർഗത്തിനും ഓരോ വൃത്തം സ്പെസിഫിക് ആയിട്ടുണ്ടാവണം. പിന്നെ മാത്രമല്ല ഒരു കഥ പറയുന്ന കാവ്യം കൂടി ആവണം. എന്നാൽ മാത്രമേ മഹാകാവ്യമാവുകയുള്ളൂ. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് മഹാകാവ്യം ഏതാ? കാളിദാസന്റെ സംസ്കൃതത്തിലുള്ള കുമാരസംഭവം ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് മഹാകാവ്യമായിട്ട് കണക്കാക്കാം. ഇനി മലയാളത്തിലേക്ക് വന്ന നമ്മുടെ മഹാകവികൾക്കൊക്കെ മഹാകാവ്യം ഉണ്ട് അല്ലേ. ഉള്ളൂരിന് മഹാകാവ്യമുണ്ട്. ഉമാകേരളം ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ്. അതേപോലെ വെള്ളത്തോളിന് മഹാകാവ്യമുണ്ട്. ചിത്രയോഗം വെള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ്. ഇങ്ങനെയുള്ള മഹാകാവ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ കുമാരനാശാൻ എന്തില്ല? മഹാകാവ്യമില്ല. പക്ഷേ വീണപൂവിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷനും അതേപോലെ ആ കാവ്യത്തിനുള്ള ഭംഗിയുമാണ് അദ്ദേഹത്തിന് മഹാകവി പട്ടം നേടിക്കൊടുക്കുന്നത്. ഓക്കെ. ദ റിച്ച്നെസ് ഓഫ് ദ
തീം ഏൺഡ് ദ ടൈറ്റിൽ ആശയഗംഭീരൻ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി മഹാകവി കുമാരനാശാനാണ്. ഇതും കുമാരനാശാന്റെ മറ്റൊരു പോയിന്റാ. കുമാരനാശാൻ ആശയഗംഭീരൻ. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ കുമാരനാശാനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. കുമാരനാശാന്റെ മറ്റൊരു പോയിന്റ് നവോത്ഥാനത്തിന്റെ കവി അല്ലേ? ദ പോയറ്റ് ഓഫ് റിനൈസൻസ്. കേരള റിനൈസൻസിന് വലിയ സ്വാധീനം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ശിഷ്യനായിട്ടുള്ള കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കുന്നത്. നവോത്ഥാനത്തിന്റെ കവി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാ? കരുണ, ലീല, നളിനി ഒക്കെ കുമാരനാശാന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വർക്കാണ് ചിന്താവിഷ്ടയായ സീത അല്ലെ? എന്താ ചിന്താവിഷ്ടയായ സീതയുടെ തീം എന്ന് പറയുന്നത്? ഉത്തരകാണ്ഡമാണ്. രാമായണത്തിലെ ഉത്തരകാണ്ഡമാണ്. തന്നെ ഉപേക്ഷിച്ചു പോയ രാമനെ പറ്റിയുള്ള സീതയുടെ ചിന്താഗതികളാണ് രാമായണം. ആ ഒരു തീമിലാണ് ചിന്താവിഷ്ടയായ സീത എഴുതിയിട്ടുള്ളത് അല്ലെ? തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയ സീത അവിടെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ഈ ലവകുശന്മാർ അയോധ്യയിൽ രാമൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് രാമനെ പറ്റിയുള്ള ചിന്തകളിൽ മുഴുകുന്ന സീത. അത് വളരെ വിപ്ലവം ഉണ്ടാക്കിയ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യം എന്നൊക്കെ അറിയപ്പെടുന്ന കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. അത് കുമാരനാശാന്റെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാവ്യമാണ്. അതേപോലെ വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ മറ്റൊരു കാവ്യമാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാവ്യം ദുരവസ്ഥ. അതേപോലെ ചാണ്ടാല ഭിക്ഷുകി, വീണപൂവ്, ഹാ പുഷ്പമേ അധികതുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു എന്ന് തുടങ്ങുന്ന കുമാരനാശാന്റെ വീണപൂവ്. അതായത് ഏറ്റവും മഹത്തായ അദ്ദേഹത്തിന്റെ കാവ്യം എന്ന് പറയുന്നത് വീണപൂവാണ് എന്നാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ കുമാരനാശാന്റെ മറ്റ് മേജർ വർക്കുകളാണ്. ഇനി വീണപൂവിനെ പറ്റിയായിരുന്നു നമ്മുടെ ചോദ്യം. 1910 വീണപൂവ് പബ്ലിഷ് ചെയ്തതെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തെറ്റാണ്. വീണപൂവ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് മിതവാദി മാഗസിനിലാണ്. 1907 മിതവാദി മാഗസിനിലാണ് വീണപൂവ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതേപോലെ മറ്റു 2-3 പ്രത്യേകതകൾ കൂടി ഓർമ്മിച്ച് വെക്കുക. തീം ഓഫ് ഇന്റർകാസ്റ്റ് മാരേജിനെ പറ്റി പറയുന്ന അദ്ദേഹത്തിന്റെ കാവ്യം ദുരവസ്ഥയാണ്. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മലബാർ റിബല്യൻ, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാവ്യവും ദുരവസ്ഥയാണ്. ഇതൊക്കെ കുമാരനാശാനുമായിട്ട് മുമ്പ് പല എക്സാമിനേഷൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ കുമാരനാശാൻ. അപ്പോൾ പിന്നെയും കുറച്ച് ചോദ്യങ്ങളും കൂടി കുമാരനാശാനുമായിട്ട് പല HSST എന്നല്ല, മുമ്പ് മറ്റു പല എക്സാമിനേഷൻസും ചോദിച്ച കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെ ഗുരു ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവാണ് എപ്പോഴും അല്ലേ? കുമാരൂവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. സോ ശ്രീനാരായണ ഗുരു അല്ലാതെ പോയട്രിയിൽ, കാവ്യരചനയിലെ കുമാരനാശാന്റെ ഗുരു ആരായിരുന്നു എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് മനമ്പൂർ ഗോവിന്ദനാശാനാണ്. മനമ്പൂർ ഗോവിന്ദനാശാനാണ് കുമാരനാശാന്റെ കാവ്യരചനയിലെ ഗുരു എന്ന് പറയുന്നത്. അതേപോലെ ഫസ്റ്റ് മലയാളം പോയറ്റ് അപ്പിയർഡ് ഇൻ പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ഇന്ത്യ ഗവൺമെന്റിന്റെ പോസ്റ്റൽ സ്റ്റാമ്പിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ആദ്യത്തെ മലയാളം പോയറ്റും കുമാരനാശാനാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ കുമാരനാശാന്റെ മരണം അദ്ദേഹം പ്രവചിച്ചതുപോലെ റെഡീമർ ബോട്ട് ആക്സിഡന്റ് അദ്ദേഹം പ്രവചിച്ചു എന്നും അതേപോലെ ശ്രീനാരായണ ഗുരു പ്രവചിച്ചു എന്നും പറയുന്നുണ്ട്. കുമാരു പോയി എന്ന് തുടങ്ങുന്ന ഒരു സംഭാഷണ പരമ്പരയുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ. അത് കുമാരനാശാന്റെ മരണത്തിനെ പറ്റിയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും റെഡീമർ ബോട്ട് അപകടത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. തിരുവനന്തപുരത്തെ തോന്നക്കലിലാണ് കുമാരനാശാൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറും സ്ഥിതി ചെയ്യുന്നത് തോന്നക്കലിനെയാണ് 1958. ആൻഡ് കുമാരനാശാൻ ഡയഡ് ഇൻ 1924. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുമാരനാശാനെ പറ്റി പറയുന്നതോടുകൂടി കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വെറുതെ കുമാരനാശാനെ പറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് കുമാരനാശാന്റെ വീണപൂവിനെ പറ്റി മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്തത്. മറിച്ച് ആ റിവിഷന്റെ കൂടെ നമ്മൾ കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ട മുമ്പ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഫാക്റ്റുകളൊക്കെ പറഞ്ഞു പോയി. സോ ആ തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ? ഇത് എവിടുന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? കേരള ഹിസ്റ്ററിയിൽ എവിടെ? കേരള റിനൈസൻസിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത പേരാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ വർക്കല്ലാത്തത്, പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് കേരള റിനൈസൻസിന് മാത്രമല്ല കേട്ടോ, കേരള സാഹിത്യത്തിനും വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനും കുമാരനാശാനെ പോലെ തന്നെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കുമാരനാശാനും പണ്ഡിറ്റ് കറുപ്പനും ഒരു വർഷം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിന് ഒരേ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം.
ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ വർക്ക് അല്ലാത്ത പുസ്തകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ജാതി കുമ്മി, പഞ്ചവടി, കാളിയമർദ്ദനം എന്നുള്ള പുസ്തകങ്ങളുണ്ട്. ഇത് 3 പണ്ഡിറ്റ് കറുപ്പൻ്റെ വർക്കുകളാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ എലിമിനേഷൻ മെത്തേഡ് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഫാക്റ്റ് അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തറിയണം? ആത്മവിദ്യ എന്നുള്ളത് വാഗ്ഭടാനന്ദയുടെ പുസ്തകമാണ്. വാഗ്ഭടാനന്ദയാണ് ആത്മവിദ്യാ സംഘം ഉണ്ടാക്കുന്നത്. ആത്മവിദ്യ എഴുതിയിട്ടുള്ളത് വാഗ്ഭടാനന്ദയാണ്. അത് നമുക്ക് അറിയെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പണ്ഡിറ്റ് കറുപ്പനെ പറ്റി അറിയണം. പണ്ഡിറ്റ് കറുപ്പനെ പറ്റി എന്തൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കും? പണ്ഡിറ്റ് കറുപ്പനെ പറ്റി എന്തൊക്കെ നമുക്ക് ചോദിക്കാം? പണ്ഡിറ്റ് കറുപ്പൻ 1885 ചേരാനെല്ലൂരിൽ, എറണാകുളമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ കേന്ദ്രം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് അദ്ദേഹം അരയ സമുദായവുമായിട്ട് അധികം ബന്ധമുണ്ടായിരുന്ന ഒരു നവോത്ഥാന ലീഡറാണ്, അല്ലേ? കായലുമായിട്ടും കായലിൻ്റെ തീരത്തുള്ളവരുമായിട്ടും ബന്ധമുണ്ടായിരുന്ന ഒരു നവോത്ഥാന ലീഡറാണ് പണ്ഡിറ്റ് കറുപ്പൻ. എറണാകുളമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, എറണാകുളത്ത് ചേരാനെല്ലൂർ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ശങ്കരനാണെന്ന് പറയുന്നുണ്ട്. കായൽ സമ്മേളനം 1913 കായൽ സമ്മേളനം നടത്തിയപ്പോൾ അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട 2 സഭ എന്ന് പറയുന്നത് കൊച്ചിൻ പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചിൻ പുലയ മഹാസഭ. അതേപോലെ കല്യാണദായിനി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, വല സമുദായ പരിഷ്കരണി സഭ, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ്റെ സഭകളാണ്. ഇപ്പോൾ കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ഒരു സിലബസിൽ ഏറ്റവും കൂടുതൽ സഭ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കൊച്ചിൻ പുലയ മഹാസഭയുണ്ട്, കായൽ സമ്മേളനമുണ്ട് 1913. അതേപോലെ കല്യാണിദായിനി സഭയുണ്ട്, പ്രബോധ ചന്ദ്രോദയ സഭയുണ്ട്, വല സമുദായ പരിഷ്കരണി സഭയുണ്ട്. അതുമാത്രമല്ല അരയ സമാജം 1907 അരയ സമാജം സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് കറുപ്പനാണ് ലിങ്കൺ ഓഫ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കുമാരനാശാനെ പറ്റി പറഞ്ഞതുപോലെ സോഷ്യലി ലിറ്ററേച്ചറിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമുദായിക സഭകളും അരയ സമാജവും അതേപോലെ കായൽ സമ്മേളനം പോലത്തെ വർക്കുകളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ലിറ്റററി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സാഹിത്യ നിപുണൻ എന്നും കവി തിലകൻ എന്നും വിളിക്കപ്പെട്ടിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യ നിപുണൻ എന്നും കവി തിലകൻ എന്നും വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഗ്രേറ്റ് പോയറ്റ് എന്നും അതേപോലെ കവി തിലകൻ എന്നും. ഇത് വിളിച്ചിട്ടുള്ളത് കൊച്ചിൻ മഹാരാജയാണ്. അപ്പോൾ വിളിച്ചത് ആരാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ഡിറ്റ് കറുപ്പനെയാണ്. പക്ഷെ ആരാ വിളിച്ചത് എന്നുള്ളതും കൂടി ഓർമ്മിച്ച് വെക്കണം, കാരണം അത് മുമ്പ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മഹാരാജ ഓഫ് കൊച്ചിനാണ് സാഹിത്യ നിപുണനെന്നും കവി തിലകൻ എന്നുള്ള 2 ടൈറ്റിൽ ആർക്ക് കൊടുത്തത്? ഈ പണ്ഡിറ്റ് കറുപ്പന് കൊടുത്തത്. അതേപോലെ ദ ടൈറ്റിൽ വിദ്വാൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് 1913 വിദ്വാൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ പണ്ഡിറ്റ് കറുപ്പന് കൊടുത്തത്. അത്രയും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു റൈറ്ററും കൂടിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, ഇനി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ഫിയർ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പറായിരുന്നു. അതേപോലെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിറ്റ് കറുപ്പനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. എന്തറിയണം? പണ്ഡിറ്റ് കറുപ്പൻ്റെ മേജർ വർക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയണം. പണ്ഡിറ്റ് കറുപ്പൻ്റെ മേജർ വർക്കുകൾ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ജാതികുമ്മിയാണ്, അല്ലെ? ജാതികുമ്പിയാണ്. അടുത്തൊരു വർക്ക് ആചാരഭൂഷണം അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. ധ്രുവചരിതം പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒരു വർക്കാണ്. ചിത്രലേഖ, അതേപോലെ പഞ്ചവടി, ചിത്രലേഖയും പഞ്ചവടിയും പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. അതേപോലെ കൈരളി കൗതുകം, കാളിയമർദ്ദനം, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ്റെ വർക്കുകളാണ്. 1938 പണ്ഡിറ്റ് കറുപ്പൻ അന്തരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു, ആ ക്വസ്റ്റ്യനുമായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ സിലബസും ഇതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ആഗസ്റ്റ് 12 മുമ്പ് നമുക്ക് കംപ്ലീറ്റ് സിലബസ് ഓഫ് HSST കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സ് ആരും മറക്കണ്ട, HSST ഹിസ്റ്ററി വാർ 2.0 എന്ന് പറയുന്ന ക്രാഷ് കോഴ്സാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. അധികം സമയം നമുക്കില്ല, അല്ലേ? ജൂൺ 15 ക്രാഷ് കോഴ്സ്, ആ കോഴ്സ്
ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ലോഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ പോയാലേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമുക്ക് വളരെ സുഗമമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ HSSTയുടെ സിലബസ് കവർ ചെയ്തിട്ട് HSST നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സുമായിട്ട് ലോഞ്ച് ചെയ്യുക. ക്ലാസ്സിൻ്റെ മറ്റേ സ്റ്റഡി മെറ്റീരിയൽസും PDF മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പും അതേപോലെ നമ്മുടെ മെൻറ്റേഴ്സും വഴിയൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ടും അതേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസും നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. നമുക്ക് മാത്രമല്ല എല്ലാ സിലബസും കംപ്ലീറ്റ് മൈന്യൂട്ട് സിലബസ് അടക്കം ഡിസ്കസ് ചെയ്തുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ എലാബറേറ്റീവ് ആയിട്ട് ഈ സിലബസ് കവർ ചെയ്യാനും നമുക്ക് സാധിക്കും. സോ വീണ്ടും നമ്മുടെ ഡേറ്റ് മറക്കണ്ട. നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് August 12 നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്. June 15 നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ഒറ്റ ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മുടെ കോഴ്സിൻ്റെ കൂടെ പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സോ അതൊക്കെയാണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് വിത്ത് യുവർ എക്സാമിനേഷൻസ്. താങ്ക് യു.